Mark, if you have your Bible or your app, if you can turn to Mark chapter 14:32. Mark chapter 14 verse 32. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 32-ാം വാക്യം. If you see red letters, you're in the right place. I will read for you. And they went to a place called Gethsemane, and Jesus said to his disciples, "Sit here while I pray." അവർ ഗത്സമന എന്ന പേരുള്ള തോട്ടത്തിൽ വന്നാറെ അവൻ ശിഷ്യന്മാരോട് ഞാൻ പ്രാർത്ഥിച്ചു തീരുവോളും ഇവിടെ ഇരിപ്പീൻ എന്ന് പറഞ്ഞു. Jesus, so if you read a few verses before this, you will understand that Jesus took his disciple to the upper room and they had their last supper. ഇവിടെ ഈ വാക്യത്തിന്റെ മുന്നിൽ ഭാഗങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും കർത്താവ് തന്റെ ശിഷ്യന്മാരെ മാളിക മുറിയിലേക്ക് കൊണ്ടുപോയി അവരുമായിട്ട് അന്ത്യ അത്താഴം കഴിഞ്ഞ ഒരു സാഹചര്യമാണ് നാം കാണുന്നത്. After the scene unfolds, there was several conversations between Jesus and disciple, and Bible declares that after that they went to the Mount of Olives and they sung hymn with one another. അവർ നമുക്ക് വചനം വായിച്ചാൽ മനസ്സിലാക്കുന്ന കാര്യം അതിനുശേഷം സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയ്ക്ക് കടന്നുപോയി ശിഷ്യന്മാരുമായിട്ട് കർത്താവ് ഒരുപാട് സംവാദങ്ങൾ നടത്തുകയാണ്. അവർ ആ മലയിൽ കടന്നു പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. And when we are at Mount of Olives in this chapter, in this portion, we see a few things that is happening from verse 32 to 42 of this chapter. ഒലിവുമലയിൽ ആയിരിക്കുന്ന സമയത്ത് അതിൻ്റെ അവിടെ നടക്കുന്ന ചില കാര്യങ്ങൾ വളരെ വ്യത്യസ്തമായ ചില അനുഭവങ്ങളോട് നടക്കുന്നതാണ് നാം വായിക്കാൻ കഴിയുന്നുണ്ട് 34 വാക്യങ്ങളിൽ. After Jesus has experienced with his the great experience with his disciple in the upper room, having the last supper which became Lord's supper, they went to the base of this Mount of Olives, and we see in verse 32 of chapter 14 that the place is called Gethsemane. അവിടെ കർത്താവ് തന്റെ ശിഷ്യന്മാരുമായി അന്ത്യ അത്താഴത്തിന് വേണ്ടി കടന്നുപോയ ശേഷം അതിനുശേഷം ഇറങ്ങി വരുമ്പോൾ ആ ഒലിവുമലയിൽ കടന്നു പോകുന്ന സമയത്ത് ഈ 32-ാം വാക്യത്തിൽ വായിക്കുന്ന ഗെത്സമന തോട്ടത്തിൽ അവർ കടന്നു വന്നതായിട്ട് നാം കാണുന്നു. And I want to talk about the subject called crushed but not destroyed. ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം തകർക്കപ്പെട്ടുവെങ്കിലും പൂർണ്ണമായി നശിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. Crushed but not destroyed. The Bible calls this place Gethsemane. ഈ ദൈവത്തിന്റെ വചനം ഈ പ്രത്യേക സ്ഥലത്ത് ഗെത്സമനെ എന്ന് പറയുന്നു. The literal meaning of this is oil pressed. അതിന്റെ യഥാർത്ഥ വാക്കിന്റെ അർത്ഥം ഓയിൽ ക്രഷ് ചെയ്യുന്നതിനെ കുറിച്ചുള്ളതാണ്. I did mention that they were in the foot of Mount Olive. This is where they get the olives, and they allow to press the oil out of it, and that is something that is used to anoint, and we see in Bible, and at that time they used to use this oil for anointing and all those stuff. ഒലിവുമലയിൽ ഒരുപാട് മരങ്ങളുണ്ട്. ആ ഒലിവ് കാകൾ ശേഖരിച്ച് അത് പ്രസ് ചെയ്ത് അതിന് ഒലിവെണ്ണ എടുത്ത് ആ എണ്ണ അഭിഷേകത്തിനും മറ്റുള്ള കാര്യത്തിനും ഉപയോഗിക്കുന്ന ഒരു ചരിത്രം അവിടെ ഉണ്ടായിരുന്നു. And if you understand, church, this oil press business is really interesting to know because this is a place of pressure. എണ്ണ ഇടിച്ചെടുക്കുന്ന ആ സ്ഥലത്തെ കുറിച്ച് പഠിച്ചാൽ അത് വളരെ വേദനയുള്ള ഒരു അവസ്ഥയാണ്. This is a place of pressure and pain. അവിടെ വളരെയധികം വേദനയും വളരെ സഹനങ്ങളും ഉള്ള ഒരു സ്ഥലമാണ് എണ്ണ ഇടിച്ചെടുക്കുന്ന സ്ഥലം. A place of agony and anguish. വളരെയധികം നിരാശയും ദുഃഖവും തളം കെട്ടി നിൽക്കുന്ന ഒരു സന്ദർഭം. This is a place, maybe we can refer it as a crushing place. ഇവിടെ നമ്മളെ തകർക്കപ്പെടുന്ന ഒരു സ്ഥലം എന്ന് വേണേ നമുക്ക് ഇതിനെ പറയാം. Can you imagine Jesus and his disciple went after having that really good supper to this place that is called oil press? നമുക്ക് ചിന്തിക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് നമ്മുടെ ഇമാജിനേഷനിൽ ചിന്തിച്ചാൽ യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരുമായിട്ട് അന്ത്യ അത്താഴത്തിന് ശേഷം ഇവിടെ ഈ അവസ്ഥയിലേക്ക് തകർക്കപ്പെടുന്ന ഒരു സ്ഥലത്തേക്ക് കടന്നു വരികയാണ്. This place is a unique place where you can feel the weight of your burden that you are carrying in your life. ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാരം ചുമക്കുന്ന വളരെ നിരാശ തോന്നുന്ന ഒരു സ്ഥലമാണിത്. When you have to deal with the reality of your life, that life is not easy for you to go along. നാം പലപ്പോഴും നമ്മുടെ ജീവിതത്തെ യാഥാർത്ഥ്യങ്ങളുമായിട്ട് താരതമ്യപ്പെടുമ്പോൾ പലപ്പോഴും അത് വളരെ എളുപ്പമുള്ള ഒരു ജീവിതശൈലി ആയിരിക്കില്ല. This is a place where you come face to face with challenges, the real challenges of a normal life or maybe a Christian life. ഒരു സാധാരണ ജീവിതത്തിന്റെയോ അതിനുപരി ക്രിസ്തീയ ജീവിതത്തിന്റെയോ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കുന്ന ഒരു സന്ദർഭമായി നാം ഇതിനെ കാണാം. And as I speak today, I know that everybody has to go through this place called crushing place in our life. നമ്മുടെ ജീവിതം ഞാൻ സംസാരിക്കുമ്പോൾ നമ്മൾക്ക് ഓരോരുത്തർക്കും ഇങ്ങനെയുള്ള തകർക്കപ്പെടുന്ന അവസ്ഥകളിലൂടെ കടന്നു പോകേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. Me or pastor or anyone is not immune. We have to go through this place
where I call crushing place. ഞാനോ ദൈവദാസന്മാരോ നിങ്ങൾ ആരോ ഇതിനകത്ത് വ്യത്യസ്തരല്ല. നമ്മളെല്ലാവരും ഇങ്ങനെ തകർക്കപ്പെടുന്ന അവസ്ഥയിൽ കൂടി കടന്നു പോകേണ്ടതായിട്ട് വരും. This is a place that pulls us out from our comfortability. This is a place that pulls us out from our skilled place and our comfort zone and puts us into a reality. നമ്മുടെ ജീവിതത്തിന്റെ സുഖലോലുമായ അവസ്ഥയിൽ നിന്നെല്ലാം നമ്മളെ മാറ്റി നമ്മളെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സ്ഥലമാണ് ഈ ഗത്സമന. And as we read this, and as I conclude in 3 points, we see that this is a place where pressure and pain meets together, but this is also a primary place for Jesus to pray. ഇവിടെ ഈ സന്ദർഭത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ വളരെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കുന്ന ഒരു സന്ദർഭത്തിൽ വളരെയധികം സമ്മർദ്ദങ്ങളും വേദനയും ഒരുപോലെ വരുന്ന ഈ സാഹചര്യത്തിലാണ് കർത്താവ് ഇവിടെ ആയിരിക്കുന്നത്. Please don't miss this, church, because where Jesus is going through this oil press place, he makes that place his primary place of prayer. ഈ കർത്താവ് ഇങ്ങനെയുള്ള പ്രത്യേക സാഹചര്യം വളരെ സമ്മർദ്ദവും വേദനയുമുള്ള ഈ പ്രത്യേക സാഹചര്യം അനുഭവിക്കുന്ന ഈ സ്ഥലത്ത് അതൊരു പ്രാർത്ഥനാ സ്ഥലമായി ദൈവം കർത്താവ് മാറ്റുകയാണ്. I need somebody who can believe today in this church that the power of prayer is still working in our lives. ഇന്ന് രാവിലെ സമയം എന്നെ കേൾക്കുന്ന ചില ജീവിതങ്ങളെ നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ദൈവം നമ്മുടെ ജീവിത പ്രാർത്ഥനയുടെ ശക്തി ഇന്ന് തീർന്നു പോയിട്ടില്ല. When you read the Gospel of Mark in chapter 14, you will find out that Jesus gives some beautiful example that how you can survive in your crushing place. കർത്താവ് ഈ 14-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ കർത്താവ് എങ്ങനെയാണ് പ്രതിസന്ധികളെ തരണം ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയുമെന്നതിനെക്കുറിച്ച് വളരെ മനോഹരമായ ചില കാര്യങ്ങൾ കർത്താവ് പറയുകയാണ്. It gives you the example that God still hears you when you are going through your destroyed situations. നാം തകർക്കപ്പെടുന്ന സന്ദർഭങ്ങളിലും പിന്നെ ഇന്നും നമ്മളെ സൗഖ്യമാക്കുവാൻ കഴിയുന്ന യേശു ദൈവമാണെന്ന് നമുക്ക് പറയാൻ കഴിയും. Because this crushing place is not a place where you will die, but it will make you a better Christian. ഈ പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ഒരു നല്ല ക്രിസ്ത്യാനിയായി മാറ്റുവാനായിട്ട് ദൈവത്തിന് കഴിയും. I heard from people who have visited this place in person, and they said this is a beautiful place. They have built a beautiful cathedral around it, and there is gardens and all those stuff. It's a very pristine and very beautiful and sweet place. ഗെത്സമനായിൽ യഥാർത്ഥമായിട്ട് ആക്ച്വലി കടന്നു പോയിരിക്കുന്ന ആൾക്കാർ സംസാരിച്ചത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വളരെ മനോഹരമായ ഒരുപാട് സസ്യാദികളും നല്ല തോട്ടങ്ങളൊക്കെ ഉള്ള വളരെ മനോഹരമായ സ്ഥലമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. But when Jesus goes on that Thursday night, it was not the beautiful place, but it was a crushing place for him where he has to die. It becomes the place where he gets arrested, and then it will go on from there. എന്നാൽ ആ വ്യാഴാഴ്ച രാത്രിയിൽ യേശു കർത്താവ് ആ ഗെത്സമനയിൽ പോയത് മനോഹരമായ ഒരു സ്ഥലമായിട്ടല്ല. അവിടെ തന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ യാഥാർത്ഥ്യം അനുഭവിക്കുന്ന തന്നെ അറസ്റ്റ് ചെയ്യുന്ന തന്നെ പീഡിപ്പിക്കുന്ന ഒരു സ്ഥലമായിട്ട് അത് മാറുകയാണെന്നുള്ള ബോധത്തോടെ As we read further, we'll understand that this time on Thursday night, it is not the oil being pressed, but it was the responsibility and purpose of Jesus that being pressed. അവിടെ ആ വ്യാഴാഴ്ച രാത്രി യേശു കർത്താവ് അവിടെ ഒരു ഒലിവെണ്ണ ഇടിച്ചെടുക്കാൻ വേണ്ടിയല്ല കടന്നുപോയത്. പ്രത്യുത യേശു ക്രിസ്തുവിന്റെ തന്റെ ദൗത്യത്തിലേക്കുള്ള കാലുവെപ്പായിരുന്നു അവിടെ. This is pressed because they don't want to declare him as a Jesus, but he wants to give you and me a free salvation that is free but not cheap. അവിടെ യേശുവിനെ ഒരു ദൈവമായിട്ട് പ്രഖ്യാപിക്കുന്ന സ്ഥലമായിരുന്നില്ല. പിന്നെയോ നമുക്ക് വേണ്ടി യാഗമായി തീർന്നറുക്കപ്പെട്ട കുഞ്ഞാട് നമുക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം ഫ്രീ ആയിട്ട് ഒരു രക്ഷ നൽകുന്ന ഒരു സന്ദർഭമായിരുന്നു അത്. Are you happy, church? Because Jesus didn't decide to run away from their place, but he stayed there and he continued with his journey. ദൈവമക്കളെ, നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നത് ആ പ്രത്യേക സാഹചര്യത്തെ അവിടെ നിന്ന് ഓടിപ്പോകാതെ കർത്താവ് നമുക്ക് വേണ്ടി അവിടെ സഹിപ്പാനായിട്ട് താൻ തീരുമാനമെടുത്ത് താൻ നിന്നതാണ്. This is Thursday night that Matthew, Mark, Luke and John, everybody describes the same story, and you read the details there. നാല് സുവിശേഷ എഴുത്തുകാരും ഇതേ ചരിത്രം തന്നെ നമ്മൾ പറയുന്നത് വളരെ നമുക്ക് വായിക്കാൻ കഴിയുമല്ലോ. Matthew chapter 26, Mark chapter 14, Luke chapter 22, all these describe the same story. മത്തായി സുവിശേഷം 22-ലും മർക്കോസിന്റെ 14-ലും ലൂക്കോസിന്റെ 22-ലും എല്ലാം ഒരേ കഥ തന്നെ നമുക്ക് വായിക്കാൻ കഴിയും. But brother John gives us a little bit more detail on this story if you read that. You don't have to go right now, but if you read John's book, you will see a little bit more details on that. എന്നാൽ യോഹന്നാൻ സുവിശേഷം എഴുത്തുകാരൻ യോഹന്നാൻ പറയുന്നത്, യോഹന്നാൻ സുവിശേഷത്തെ വായിക്കുന്നത് അല്പം വ്യത്യസ്തമായ നിലയിലാണ് ഇതിനെക്കുറിച്ച് From chapter 13 to chapter 16, he describes a little bit different situation where he says that Jesus was taking some night classes with disciples. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിൽ വായിക്കുന്നത് യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ ഒരു പ്രത്യേകമായ നിലയിൽ ഒരു ഉപദേശ രൂപേണ ക്ലാസ്സിൽ എടുക്കുന്നതായിട്ട് നാം വായിക്കുന്നു കഴിയുന്നുണ്ട്. You will not read that night class, it's just my term, because he is taking some extended classes with disciples to let them know how you can survive
after he is gone in the ministry and how we can take this ministry to be a revival. ആ 13-ാം അധ്യായം മുതൽ യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ തന്റെ ശിഷ്യന്മാരെ കർത്താവിനോട് നിന്ന് പോയതിനു ശേഷം എങ്ങനെ ഒരു ഉണർവിലേക്ക് എങ്ങനെ സഭയെ നയിക്കാൻ കഴിയുമെന്ന്, ഈ സാഹചര്യങ്ങളെ എങ്ങനെ തരണം ചെയ്യുവാൻ കഴിയുമെന്നുള്ള വ്യക്തമായ ഒരു ഉപദേശ രൂപേണ കർത്താവ് അവരെ In പഠിപ്പിക്കുന്നുണ്ട്. those night classes, he is teaching them, let your heart may not be troubled. ആ വൈകുന്നേര ക്ലാസ്സുകളിൽ കർത്താവ് പഠിപ്പിച്ചത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ഹൃദയം കലങ്ങി If you പോകരുത്. believe in God, believe in me. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. My Father has house and he has many mansions, and I am going there to prepare something for you, and I will return and take you back. എന്റെ പിതാവിന് അനേക വാസസ്ഥലങ്ങളുണ്ട്, അല്ലെങ്കിൽ ഞാൻ പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകും, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഒരുക്കിയെടുപ്പിനെ നിങ്ങൾ വന്ന് എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. Amen. Pastor Uncle was mentioning about Terry meeting. Do not run away from those night school with Jesus in your life, because this is where Jesus will teach you that if he is the vine and you are the branches, and if you are in together with him, he will make the purpose fulfill in your life. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന തരുന്ന ഇങ്ങനെയുള്ള ഈവനിംഗ് ക്ലാസ്സുകളിൽ നിന്ന് നമ്മൾ ഒരിക്കലും ഓടിയകലരുന്നത്. കാരണം അവിടെയാണ് ദൈവം നമ്മളെ ബലപ്പെടുത്തുന്നത്, ജീവിതത്തിലുള്ള സാഹചര്യങ്ങളെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം തരുന്ന ആ വാക്കുകളാണ്. When you read those in John chapter 13 to 16, you will find that Jesus schooled his disciple, and he's saying, I'm leaving somebody behind me, and his name is Holy Spirit. He will strengthen you to face everything that you have in your life. 13 മുതൽ അധ്യായങ്ങളിൽ തന്റെ ശിഷ്യന്മാരോട് കർത്താവ് ഇപ്രകാരം പിന്നെയും ഒരു കാര്യം പറയുന്നുണ്ട്: ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, പിന്നെയോ എന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങളെ അയച്ചിട്ട് അവൻ നിങ്ങളെ നടത്തുവാനായിട്ട് നിങ്ങളെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നതെന്ന് Don't run away from your night classes with Jesus, my dear friends. എന്റെ പ്രിയ സഹോദരന്മാരെ, കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന ഈവനിംഗ് ക്ലാസ്സുകളിൽ നിന്ന് ഓടി ഒളിക്കരുത്. And then we read Jesus makes his way to Gethsemane. പിന്നെ നാം വായിക്കുന്ന യോഹന്നാന്റെ വായിക്കുന്ന ഗെത്സമനയിലേക്ക് താൻ കടന്നു പോകുന്നത് നമ്മൾ വായിക്കാൻ കഴിയുന്നുണ്ടല്ലോ. When we come back to our original words, Mark chapter 14:32, we'll find that this crushing place teaches us few things and how we can place ourselves in this crushing place and we can go forward. At least 3 things I want to mention if I have time. ഇവിടെ മർക്കോസ് സുവിശേഷത്തിൽ നാം ഈ ഗെത്സമന എന്ന ഈ നമ്മളെ പ്രത്യേക പ്രഷർ ഉള്ള സ്ഥലത്തേക്ക് വിടുമ്പോൾ കർത്താവ് അവിടെ എങ്ങനെയാണ് അതിനെ അതിജീവിക്കേണ്ടത് 3 കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. The first one is this crushing place is where you can develop your emotion and devotions are revealed. ഈ പ്രത്യേക സ്ഥലങ്ങളിലാണ് നമ്മുടെ ഇമോഷൻ, നമ്മുടെ വികാരങ്ങളും നമ്മുടെ അതെല്ലാം വെളിപ്പെടുത്തപ്പെടുന്ന സ്ഥലം. This is a place where emotions and devotions are revealed. If you read chapter 14 verse 6 onwards, 33 onwards, sorry. 14-ാം അധ്യായത്തിന്റെ 33 വായിക്കാൻ you'll find that he took Peter, James and John with him, and Jesus was deeply distressed and he was troubled. അവിടെ നാം വായിക്കുന്നത് കർത്താവ് വളരെയധികം വ്യാകുലപ്പെടാൻ ഭ്രമിപ്പാനും തുടങ്ങി നാം വായിക്കുന്നു. Verse 34 says that we read like that, my soul is overwhelmed with sorrow to the point of death. എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു. Do not miss this, church. Your Jesus is raising his emotional status with us. He is sharing his emotional condition with us. കർത്താവ് ഇന്നപോലെ കാലം തന്റെ ജീവിതത്തിൽ തന്റെ വികാരങ്ങൾ താൻ അനുഭവിക്കുന്ന വ്യഥകൾ നമ്മളോട് പറയുകയാണ്. Jesus gets to this crushing place, but he gets there, he realizes that his 3.5 years of ministry is coming to an end, and this is very tough place. He cannot take this challenge. He is very depressed and distressed. Amen. ഈ ഗെത്സമനയിൽ തന്റെ 3.5 വർഷത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം താൻ എവിടെ കടന്ന് തന്റെ അവസാനത്തെ സമയത്തേക്ക് കടന്നു വരുമ്പോൾ അധികം വേദനയോ ഹൃദയത്തിനകത്ത് വ്യാകുലതകളും ഹൃദയത്തിലെ ചിന്താഭാരങ്ങളും തന്റെ ശിഷ്യന്മാരോട് താൻ ഷെയർ ചെയ്യുകയാണ്. His purpose was to die on a Friday afternoon so that you and I can enjoy this salvation. ഇന്ന് കർത്താവിന്റെ ഹൃദയത്തിൽ അറിയാമായിരുന്നു ആ വെള്ളിയാഴ്ച വൈകുന്നേരം ഉച്ച കഴിഞ്ഞ ശേഷം താൻ മരിക്കുകയാണ്. കാരണം ആ മരണത്തിലൂടെ നമുക്കെല്ലാവർക്കും ഒരു വലിയ രക്ഷ നൽകുകയാണെന്നുള്ള വാഗ്ദത്തം. And when the rubber meets the road, he realized that this is tough to him for handle. എന്നാൽ അതിലെ ആ ഒരു വഴി കൂടെ കടന്നു പോയപ്പോൾ ഇതൊരു വളരെ വിഷമമേറിയ പാതയാണ് താൻ മനസ്സിലാക്കിയിരുന്നു. But I am very thankful that I have a Jesus who is very transparent on his emotions. Amen. Hallelujah. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് തന്റെ വികാരങ്ങളെ തന്റെ ഹൃദയത്തിലെ വേദനകളെ നമ്മളോട് ഷെയർ തന്റെ ശിഷ്യന്മാരോട് പറയുന്ന ഒരു ദൈവമാണ്. ഞാൻ നന്ദിയോടെ തന്നെ Jesus didn't have to fake it till he makes it. He was so real about his emotions. Amen. തന്റെ ജീവിതത്തിൽ താൻ അനുഭവിക്കുന്ന വ്യാകുലതകളെ വളരെ വ്യക്തമായി ശിഷ്യന്മാരോട് താൻ പറയുകയാണ്. Because truth be told, if I can trust a Jesus who went through this, I know that when I go through these situations, I can also overcome through him who has overcome those situations. എന്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളോട് ഞാൻ കടന്നു പോകുമ്പോൾ എന്റെ കർത്താവ് ഇത് അനുഭവിച്ചതെങ്കിൽ എന്റെ കർത്താവ്
കർത്താവിന് ഈ സാഹചര്യങ്ങൾ എന്നെ നടത്തുവാൻ കഴിയുമെന്നുള്ള വിശ്വാസം അതാണ് നമ്മളെ പ്രത്യാശയോടെ Are you thankful നടത്തുന്നത്. that Jesus is so transparent? He didn't fake it. He didn't hide his emotions, and he just expressed everything to him. തന്റെ വികാരങ്ങൾ തന്റെ ഹൃദയത്തിലെ ശിഷ്യന്മാരുടെ താൻ മറച്ചു വെച്ചില്ല, പിന്നെയോ അവരോട് നേരിട്ട് പറയാണ് എന്റെ ഹൃദയം വ്യാകുലപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. My prayer is that save us from those fake, phony, and fictitious Christians. Maybe we have cultivated a culture in our church where the hypocrisy is there, that maybe we are going through some tough times, but we have the smile on our face. ഇതുപോലെ നമ്മൾ കാണുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ കപടഭക്തി ഉള്ളതുകൊണ്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന ആ സാഹചര്യങ്ങളെ അത് മറച്ചു വെച്ചിട്ട് മറ്റുള്ളവരോട് പറയാതെ ഹൃദയത്തിൽ ഷെയർ ചെയ്യാതിരിക്കുന്ന അവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. I don't know about you, but I have faced those challenges. I have some bad days in my life, and those days are bad. Those are the bad days when I come to church. Maybe I cannot smile because I'm going through some tough times in my life. എൻ്റെ ജീവിതം നിങ്ങൾക്ക് ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാൽ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഞാൻ ആകുല ചെന്നുള്ള കടന്നു പോകുമ്പോൾ എനിക്ക് ചിരിക്കാൻ കഴിയാതെ, സഭയെ വരുമ്പോൾ ആരോടും മിണ്ടാൻ കഴിയാത്ത അവസ്ഥയിൽ ഞാൻ കടന്നു പോയിട്ടുണ്ട്. If you are going through a rough season, it's a rough season, church. ദൈവസഭയെ നാം ഒരു വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. Jesus is saying, I am sorrowed and I am deeply distressed. കർത്താവ് പറയാണ്, ഞാൻ വളരെ വ്യാകുലപ്പെട്ടിരിക്കുന്നു, എൻ്റെ ഉള്ളം മരണവേദന പോലെ ദുഃഖിതമായിരിക്കുന്നു. ശിഷ്യന്മാരോട് താൻ I am having പറയുകയാണ്, a rough season in my life. എൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഞാൻ കടന്നു പോകുന്നത് താൻ ഷെയർ ചെയ്യാണ്. It's not an easy task to go through. He acknowledges that. താൻ കടന്നു പോകുന്ന ഒരു വിഷമമേറിയ ഒരു പദ്ധതി ഒരു സാഹചര്യം തന്നെയാണ് എന്ന് താൻ പറയുകയാണ് ശിഷ്യന്മാരോട്. When you have to sit in the front row and bury your loved ones, that's a crushing reality, my church. എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ അടക്കാനായിട്ട് മുമ്പിൽ വന്നിരിക്കുമ്പോൾ അത് വലിയൊരു നമ്മളെ വ്യാകുലപ്പെടുത്തുന്ന ഒരു വലിയ യാഥാർത്ഥ്യം തന്നെയാണ്. When you see the termination or layoff from your job, that's a crushing reality. ജീവിതത്തിൽ ജോലി നഷ്ടപ്പെടുമ്പോഴും ജീവിതത്തിൽ ജോലി പ്രയാസം ഉണ്ടാകുമ്പോഴൊക്കെ അതൊരു വലിയ യാഥാർത്ഥ്യം തന്നെയാണ്. When you don't know how you will pay next month's bills, that's a crushing reality in our lives. അടുത്ത ദിവസം എങ്ങനെയായി തീരുമുള്ള ചിന്ത അത് വലിയൊരു യാഥാർത്ഥ്യം തന്നെയാണ്. When your children are giving you a hard time, maybe your parents are giving you a hard time, that's a crushing reality in our lives. കുഞ്ഞുങ്ങൾ നമുക്ക് വലിയ ദുഃഖം തരുമ്പോഴോ അല്ലെങ്കിൽ പേരൻസ് നമ്മളെ വേദനപ്പെടുത്തുമ്പോഴൊക്കെ അതെല്ലാം ജീവിതത്തിൽ യാഥാർത്ഥ്യം തന്നെയാണ്. I need to admit, Jesus is saying that everything right now is not all right with me. കർത്താവോട് പറയാണ്, എൻ്റെ ജീവിതത്തിലെല്ലാം നല്ല സമയമല്ല. He's saying, I am struggling, I am frustrated, I am not going through right things in my life. കർത്താവോട് തന്റെ ശിഷ്യന്മാരോട് പറയാണ്, ഞാൻ വളരെ വ്യാകുലപ്പെട്ടിരിക്കുന്നു, എൻ്റെ മരണവേദന പോലെ ഹൃദയം ദുഃഖിതമായിരിക്കുന്നു എന്ന് താൻ ഷെയർ ചെയ്യാണ്. You might be thinking I am giving all bad news to you, but let me tell you, I cannot give you bad news because I am a gospel preacher. I have to give you some good news. ആമേൻ. ഞാൻ നിങ്ങളോട് വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുന്നു എന്ന് ചിന്തിക്കാതെ, ഞാനൊരു സുവിശേഷ പ്രസംഗനായതുകൊണ്ട് ആ സുവിശേഷത്തിൽ ഒരിക്കലും വേദന ഒരുക്കുന്ന കാര്യമല്ലല്ലോ. Because if you don't stop there, if you read further, you will read that he is not only telling his emotion, but he is revealing some of his devotions in next verses. Hallelujah. ഞാൻ താഴോട്ട് വായിക്കുമ്പോൾ തന്റെ ആ വ്യാകുലതകൾ മാത്രമല്ല താൻ കർത്താവ് ഷെയർ ചെയ്യുന്നത്, പിന്നെയോ തന്റെ ജീവിതത്തിലെ കർത്താവിന്റെ ഡിവോഷൻസ്, കർത്താവിന്റെ ധ്യാനങ്ങളും ശിഷ്യന്മാരെ വെളിപ്പെടുത്തുകയാണ്. If your Bible is still open, app unlocked, can you read verse 35 and says that going a little further. എന്നാൽ 35-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങൾ വായിക്കാൻ കഴിയുമല്ലോ, പിന്നെ അല്പം മുമ്പോട്ട് ചെന്ന് നിലത്ത് വീണു. Okay, maybe two people got it. Let me rewind and plus pray, right? I said that Jesus is dealing with a real reality that he is facing the challenges in his life. ഇവിടെ കർത്താവ് തന്റെ ജീവിതത്തിൽ വലിയൊരു ജീവിത യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കുന്ന സമയമാണത്. He is struggling, he is sorrowful, he is very depressed and distressed, and he is like having all this pain and agony and everything. തന്റെ ജീവിതത്തിൽ വളരെ വേദനയോടെ, വളരെ വ്യാകുലതയോടെ, വളരെ ഭാരത്തോടെ ഒരു വലിയ പ്രത്യേക സാഹചര്യത്തെ അഭിമുഖീകരിക്കുന്ന പ്രത്യേക സമയത്ത്, but despite of verse 33 and 34, 35 says he went a little further. Amen. 33-34 വാക്യങ്ങൾ അങ്ങനെ തന്നെ കർത്താവിന്റെ പ്രയാസം കാണുന്നെങ്കിൽ 35-ാം വാക്യത്തിൽ അതിനെ അല്പം മുമ്പോട്ട് ചെന്നു എന്ന് വായിക്കുന്നു. I feel like giving up, but I don't want to give up. I go a little further. Amen. ഞാൻ വിട്ടുകളാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ഇവിടെ നിർത്താൻ ആഗ്രഹിച്ചു, എന്നാൽ അങ്ങനെയല്ല, ഞാൻ മുന്നോട്ട് പോകാൻ I feel ആഗ്രഹിക്കുന്നു. like shutting down, but I am not
shutting down, I'm going a little further. ഓ ഞാൻ എല്ലാം നിർത്തി പോകാനുള്ള ഞാൻ ആഗ്രഹിക്കുന്നു, പിന്നെ ഞാൻ അല്പം മുന്നോട്ട് പോവുകയാണ്. I wish I can run away from here, but I don't want to run away, but I will go a little further. ഞാൻ ഇവിടുന്ന് ഓടി ഒളിച്ചാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്, എന്നാൽ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, ഞാൻ മുന്നോട്ട് I want പോവുകയാണ്. to throw my white towel there, but I cannot do that because I have a lot of responsibilities assigned in this church. I'm going a little further. എനിക്ക് ഒരുപാട് പ്രതിസന്ധി ഈ ചർച്ചിലുണ്ട്, എന്നാൽ ഞാൻ ഇട്ടെറിഞ്ഞ് പോവുകയില്ല, എനിക്ക് മുന്നോട്ട് പോകണം. Let me tell you, if you go further, you will have some good news coming along. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ മുന്നോട്ട് പോയാൽ ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. Maybe I can have 2 or 3 testimonies here who can say that, hey Robin, everything in my life today morning is not right, but I came today to this church to go a little further. Amen. എന്തുപോലെ കാലം റോബിനെ എനിക്ക് നിങ്ങൾ പറയാൻ കഴിയും, എന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ കർത്താവിന്റെ നാമത്തിൽ ആശ്രയിച്ച് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പോൾ ദൈവം എന്നെ മുന്നോട്ട് നയിക്കുകയാണ്. I have some bad news in my life. I have some tough times in my life, but I decided to come this morning to this church so that I can tell and I can prove to devil and people who are watching and mocking me that I'm going a little further. Amen. എന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഞാൻ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നല്ല, അതെല്ലാം മാറ്റി വെച്ചിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ നിങ്ങളോട് പറയാണ്, ഞാൻ മുന്നോട്ട് പോകും. How further I want to go, I don't know, brothers and sisters, but I will go as far as I can go. When I am touched, when I am in the wall, against the wall, I will look back and look all the blessings that God has given, and I will still rejoice, but I will still move forward. Amen. എത്രമാത്രം എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാൽ എത്രമാത്രം പോകാൻ കഴിയും അത്രമാത്രം ഞാൻ മുന്നോട്ട് പോകും. ആ ഒരു മതിൽ ചെന്ന് മുട്ടുന്നവരെ അവിടുന്ന് പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ കർത്താവ് അത്ഭുതങ്ങളെ നന്മകളെ എനിക്ക് കാണാൻ കഴിയും. Jesus decided, despite of verse 33 and 34 and 35, he decided he's going a little further. Amen. 32-33 വാക്യങ്ങളുള്ള തന്റെ പ്രയാസങ്ങളെ അവഗണിച്ചുകൊണ്ട് കർത്താവ് 35-ാം വാക്യത്തിൽ പറയുന്നത് മുന്നോട്ട് പോകും. I am thankful that I was brought up in a family who believed in Jesus with their entirety. ഞാൻ എൻ്റെ കർത്താവിനെ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളത് ഞാൻ സന്തോഷിക്കുന്നു, ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. My old folks are right now, they are not here, but they are in Boston. But I remember when I was growing up, when I was of this age and all those stuff, my mom used to sing this Malayalam song, and pardon my Malayalam, but she used to sing this Malayalam song that Adingal Kaipadingal Andyamma Madura Matre Paraparamesha Varu Lisha and Niyatrayan. Amen. Hallelujah. It says that even though your start is bitter, your start is not as appropriate as you wanted, but let me tell you, as you end your journey, it will be sweet. Amen. Hallelujah. Because your foundation is not on your skills, your foundation is not on your skills and reputations and connections that you have in the church. Your foundation is in God, who is author and finisher of your faith, my church. പ്രിയ സഹോദരന്മാർ, ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ കുഞ്ഞായിട്ട് ഞാൻ ബോസ്റ്റണിലായിരുന്ന സമയത്ത് ചർച്ചിലായിരിക്കുമ്പോൾ ഞാൻ പ്രതിസന്ധിയിലേക്ക് കടന്നുപോയി. എൻ്റെ മമ്മി പാടിയ പാട്ടിന്റെ ഹൃദയത്തിൽ ഓർമ്മയുണ്ട്. പരപരമേശ വരമരമേശ നീ എത്രയും രക്ഷാസ്ഥാനം. ആ കർത്താവിന്റെ കരങ്ങളിൽ പിടിച്ച് ഞങ്ങൾ നടത്തിയത് കൊണ്ടാണ് പ്രതിസന്ധി ഞങ്ങൾക്ക് കർത്താവ് കൃപ തന്നത്. You can handle it. You can go a little further, church. ഓ ദൈവസഭയെ നിങ്ങൾക്ക് തരണം ചെയ്യാൻ കഴിയും, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. This is a crushing place where your emotions and devotions are revealed. ഓ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വികാരങ്ങളും നിങ്ങളുടെ ധ്യാനങ്ങളും ഒരുപോലെ വെളിപ്പെടുത്തപ്പെടുന്ന സന്ദർഭങ്ങളാണിത്. Can I go a little further to my point 2? ഹല്ലേലൂയ. മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. It's a crushing place where your separation and consecration is required. ഈ പ്രത്യേകമായ ഈ തകർക്കപ്പെടുന്ന അവസ്ഥ ആ പോയിന്റിൽ ദൈവത്തിന് നമ്മളുടെ കർത്താവൻ നമ്മളോട് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ, നമ്മളുടെ റിക്വയർമെന്റ് ആയ ചില കാര്യങ്ങളുണ്ട്. I will skip to that point too, but it says where it's separation and consecration is required. If you are in still Bible, if you know the story, you know he started with 12 people. കർത്താവിന്റെ ശിഷ്യന്മാരുടെ ചരിത്രം പഠിച്ചാൽ 12 പേരെ നമുക്ക് കാണാൻ കഴിയും. And then when he leaves the upper room, he has only 11 because one guy decided he want to jump off the wagon. എന്നാൽ ആ മാളിക മുറിയിൽ നിന്ന് താൻ കടന്നു പോകുമ്പോൾ അവിടെ 11 പേരെ ഉണ്ടായിരുന്നുള്ളൂ, കാരണം ഒരാള് നമുക്കറിയാം കടന്നുപോയി. And when he comes to mouth of the Mount of Olive, he asked 8 people, you guys stay here. ഒലിവുമലയിൽ നമ്മൾ 8 പേരുണ്ടായിരുന്നു, അവരോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. And he went with 3 people. പിന്നെ മുന്നോട്ട് പോയപ്പോൾ 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. Started the journey with 12. 12 പേരെ കൊണ്ട് യാത്ര ആരംഭിച്ചു. Then continued with 11. പിന്നെ 11 പേരായി മാറി. Then he started with 3.
പിന്നെ കർത്താവ് 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. telling us that you require some separations. All your buddies that you hang out will not be your prayer partners. Amen. Hallelujah. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ വേർപാട് കർത്താവ് ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിലുള്ള 12 എല്ലാവരും കാണത്തില്ല, കുറച്ച് പേരെ മാത്രമേ കാണുള്ളൂ. Can I be a little bit more blunt on this? All your drinking partners will not be your prayer partners. നിങ്ങളെ ഒരുപാട് നമ്മളെ That's fine. He can skip it. That's fine. All your party partners that you hang out on Friday night and Saturday night will not be your prayer partners. You need some folks in your life who can pray along with you when you go through tough times. Amen. Hallelujah. നിങ്ങളുടെ കൂടെ പാർട്ടിക്ക് വരുന്നവരെ നമ്മുടെ കൂടെ കാണത്തില്ല. പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ വിഷയങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേര് മാത്രമേ കാണത്തുള്ളൂ. Amen. Hallelujah. You should have some folks in your life from some churchy folks that you can hang out and time again when you need to pray and to go through some crushing place realities in your life. ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളെ നാം അഭിമുഖീകരിക്കുന്ന സന്ദർഭങ്ങളിൽ പ്രാർത്ഥനയ്ക്കായിട്ട് കൂട്ടാളികളായിട്ട് ചിലരെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കും. And then we read that when he goes along with 3 people, again he says that you guys stay here, and then he goes alone to a place. ആ 3 പേരുമായിട്ട് കർത്താവ് പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നുപോയി. എന്നാൽ അവരെയും ഇരുത്തിയിട്ട് മുന്നോട്ട് sometime in your life it will be you and God alone. Amen. Hallelujah. You have to find the closet of loneliness in your life. Amen. Hallelujah. ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിൽ നീയും നിന്റെ ദൈവവും മാത്രമേ കാണത്തുള്ളൂ. നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ നമ്മൾക്ക് വേറെ ആരും കാണില്ല. Sometimes you cannot pray because you have maybe ADHD kicks in. You cannot concentrate when you are along the group and all those stuff. Those times you have to have one-on-one time with your God. Amen. Hallelujah. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ കൂട്ടാളിയായിട്ട് ആരും കാണില്ല. പ്രാർത്ഥനയ്ക്ക് നമ്മളെ സഹായിക്കാൻ ആരും ഇല്ലായിരുന്ന സന്ദർഭങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ നമ്മുടെ കർത്താവിന്റെ മുഖം കാണാൻ നമുക്ക് കഴിയും. Amen. And then he prays like this. As he started, he separated himself and now he's consecrating himself and he's praying like that. God, thy will, not my will. Amen. ഹല്ലേലൂയ. ഇവിടെ തന്റെ ശിഷ്യന്മാരുമായിട്ടെല്ലാം വേർപെട്ടിട്ട് കർത്താവുമായിട്ടുള്ള പ്രത്യേക ബന്ധത്തിൽ തന്നെ ആയിട്ട് ഞാൻ പറയാണ്, കർത്താവേ നിന്റെ ഇഷ്ടമാത്രം. He is saying, Father, I know this is tough time. Can you by any chance take this cup over me? If you have some other plan, I'm good with it. I can maybe do a 40-day, one more fasting, maybe a 80-day fasting. Can this cup be taken away from me? But doesn't matter. What is my will? Let thy will be fulfilled. Amen. തന്റെ കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ സമയത്ത് താൻ്റെ വിഷയങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറയാണ്, കർത്താവേ ഈ പാനപാത്രം മാറിപ്പോണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് നിന്റെ ഹിതമെങ്കിൽ, അങ്ങനെയല്ല എങ്കിൽ കർത്താവേ ഞാൻ എടുക്കുന്നു. You will understand you are a maturing Christian if your prayers are ending like that. God, I like this, but if it's not your will, close the door for me, close the road for me, close that connection for me. If you are praying, if your prayers are ending like this, not my will but thy will, you are a maturing Christian. Amen. Hallelujah. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തികഞ്ഞ ക്രിസ്ത്യാനിയായി മാറണമെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയണം. കർത്താവേ ഈ വിഷയം എനിക്ക് ആഗ്രഹമുണ്ട്, എന്നാൽ അത് നിന്റെ ഹിതമല്ലെങ്കിൽ എനിക്ക് വേണ്ട. നിന്റെ ഹിതമെങ്കിൽ എനിക്ക് അങ്ങ് ഹിതമെങ്കിൽ മാത്രം നടന്നാൽ മതി എന്ന് പറയാൻ കഴിയുന്ന പ്രാർത്ഥിക്കാൻ കഴിയുന്നെങ്കിൽ. There is an English hymn, draw me nearer me to Lord, and it says that and thy will be lost in mine. Amen. Hallelujah. നമ്മൾ പാടുന്ന പാട്ടുണ്ടല്ലോ, കർത്താവേ നിന്റെ ക്രൂശിനോട് എന്നെ അടുപ്പിക്കണമേ. ഹല്ലേലൂയ. അങ്ങ് ഹിതമല്ലെങ്കിൽ അതിൽ മാറ്റണമേ എന്നുള്ള പാട്ട്. Can you say that it's not my, close that door for me, Jesus? When you start, I like that, but if it's not your will, close that door for me, close the road for me, cut the friendship from me if it's not thy will, because everybody is not equipped to go where you are destined to go. Amen. Hallelujah. All your partners may not be a season. So there are some people God assign you on season, but they will not be life partners for you. But let me tell you, when you separate and consecrate, God will prepare you to be a better Christian in this crushing place. നമ്മുടെ ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ കർത്താവേ ഇത് അങ്ങ് ഹിതമല്ലെങ്കിൽ എന്ന് മാറിപ്പോകണമേ എന്ന് പറയുവാനുള്ള ധൈര്യം നമ്മൾ പ്രാപിക്കുന്നെങ്കിൽ കർത്താവ് ഈ ദിവസങ്ങളിൽ നമ്മളെ ബലപ്പെടുത്തി നമ്മളെ നടത്തുന്ന സാഹചര്യങ്ങളിൽ മുന്നോട്ട് പോകുവാൻ കഴിയാതെ ഇരിക്കുന്ന സാഹചര്യങ്ങളിൽ ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളെ ഫേസ് ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ഹിതത്തിനായി നാം പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം നമ്മളെ അപ്രകാരം ദൈവത്തിന്റെ കരങ്ങളിലൂടെ നടത്തി ശുദ്ധീകരണത്തോടെ ഒരു വേർപാടോടെ നിർത്തുവാൻ ദൈവം ശക്തനാണ്. Hallelujah. And I will conclude with my last point. Maybe 3 minutes and 43 seconds. Dedication and motivations are revealed in your crushing place.
ഞങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേക സാഹചര്യം വരുമ്പോൾ തങ്ങളുടെ ജീവിതത്തിന്റെ സമർപ്പണവും ജീവിതത്തിൽ കർത്താവുമായിട്ടുള്ള ബന്ധവും വെളിപ്പെടുന്ന സന്ദർഭങ്ങളാണത്. Quickly I go through dedication and motivation, right? So we see that God is there and he asks his three cliques and 3 crews, right? His ride and die guys to stay here and pray, and I will go a little further and pray and come back. He tells that to his 3 amigos. ഇവിടെ കർത്താവിൻ്റെ 3 ശിഷ്യന്മാർ തന്റെ കൂട്ടുകാരോട് നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ഞാൻ കർത്താവ് അല്പം മുന്നോട്ട് പോയി പ്രാർത്ഥിക്കാനായിട്ട് കടന്നുപോയപ്പോൾ തന്റെ ശിഷ്യന്മാരെ പരിശോധിക്കുന്ന ആ ഒരു പ്രത്യേക സാഹചര്യം കാണാൻ കഴിയുന്നുണ്ട്. Man, he prays 1 hour prayer and he prays, God, if it's your will, take it. Nevertheless, it's thy will, not my will. And he comes back what he sees. കർത്താവേ എൻ്റെ ഹിതം നിന്റെ ഹിതമല്ലെങ്കിൽ നടക്കരുത്, എൻ്റെ ഹിതം മാത്രം നടന്നാൽ മതി എന്ന കർത്താവിന്റെ ഒരു ചെറിയ പ്രാർത്ഥനയ്ക്ക് ശേഷം താൻ മടങ്ങി വന്നപ്പോൾ കണ്ടത് എന്താണ്? The people he trusted, those 3 people that he thought that they will pray with him, they are sleeping in glory. തന്നോടുകൂടെ പ്രാർത്ഥിക്കുമെന്ന് കർത്താവ് വിശ്വസിച്ച് ആഗ്രഹിച്ചിരുന്ന തന്റെ ശിഷ്യന്മാരെ ഉറങ്ങുന്നതാണ് നാം കാണാൻ കഴിയുന്നത്. He wakes them up and say, I cannot handle this, I need you to support me, can you wake up and pray? He goes back and he prays another 1 hour prayer. വീണ്ടും കർത്താവ് അവരെ തട്ടി ഉണർത്തി കർത്താവ് നിങ്ങൾ ഉണർന്ന് പ്രാർത്ഥിക്കാനായിട്ട് അവരെ ഒന്ന് ഉത്സാഹിപ്പിച്ചിട്ട് വീണ്ടും കർത്താവ് 1 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ട് മടങ്ങി വന്നപ്പോൾ He comes back again and they are still sleeping. Amen. അവർ കർത്താവ് പിന്നെയും കടന്നു വന്നപ്പോൾ വീണ്ടും അവർ ഉറങ്ങുന്നതായിട്ട് നാം കാണാൻ He wakes them again, കഴിയുന്നുണ്ട്. go back again, and then he comes the 3rd time. അങ്ങനെ വീണ്ടും അവരെ ഉണർത്തിയിട്ട് കർത്താവ് കടന്നു പോയി പ്രാർത്ഥിച്ച് 3-ാം പ്രാവശ്യം കടന്നു വന്നപ്പോഴും When you read it says that when he comes back for the 3rd time, something that is the motivation, he says, enough, let's go. Amen. 3-ാമത്തെ പ്രാവശ്യം കടന്നു വന്നപ്പോൾ കർത്താവ് ഇവിടെ പറയാണ്, മതി, ഇനി മതി, നമുക്ക് പോകാം. 2 times when he came, he did the same prayer. He comes back, he tells them, hey, I need your help, come on, help me out, and then wake up and pray. And then when he comes the 3rd time, his motivation is changed. His motivation is changed. Say, come here, let's go. അവരുടെ 2 പ്രാവശ്യം കർത്താവ് അവരോട് പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞു. 3-ാമത്തെ പ്രാവശ്യവും പറഞ്ഞിട്ട് കടന്നു പോയപ്പോൾ വന്നപ്പോൾ അവർ ഉറങ്ങിയത് കൊണ്ട് കർത്താവിൻ്റെതായ ആ മോട്ടിവേഷൻ ലെവൽ മാറിയിട്ട് കർത്താവ് പറയുകയാണ്, ഇനി മതി, ഇനി പ്രാർത്ഥിക്കേണ്ട, നമുക്ക് പോകാം. What happened? It's a 3 hour same prayer, 1 hour prayer each 3 times. But what happened in verse 42 when he says, come on, let's go? ഇവിടെ 3 മണിക്കൂർ നേരത്തേക്കുള്ള വളരെ ശക്തമായ പ്രാർത്ഥന, അതിനുശേഷം 42-ാം വാക്യത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? എഴുന്നേൽപ്പി, നമുക്ക് പോകാം. Matthew doesn't tell us what happened. മത്തായി അതെന്താ സംഭവിച്ചെന്ന് പറയുന്നില്ല. Mark is not telling us what happened. മാർക്കോസും എന്താണ് സംഭവിച്ചെന്ന് പറയുന്നില്ല. If you forget everything about today's message, remember this point that is mentioned in Luke chapter 22:43. എന്നാൽ ഈ എൻ്റെ പ്രത്യേക ഈ പ്രസംഗത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം ലൂക്കോസ് പറയുന്നത് നമുക്ക് പരിശോധിച്ചാൽ എൻ്റെ കാര്യം മനസ്സിലാകും. When he is going through and he went 2 times and comes 3rd time, in that Luke chapter 22:43 it says an angel appeared and had a visitation with him. Amen. Hallelujah. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അതിനെക്കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. ഈ 2 പ്രാവശ്യം കർത്താവ് കടന്നുപോയി പ്രാർത്ഥിച്ചു. എന്നാൽ ശിഷ്യന്മാർക്ക് തന്നോടുകൂടെ ഉണർന്ന് പ്രാർത്ഥിക്കാൻ കഴിയാതിരുന്നപ്പോൾ കർത്താവിന് ദൂതനെ കർത്താവ് അയച്ചു. His prayer didn't change. കർത്താവിന്റെ പ്രാർത്ഥന മാറിയില്ല. God didn't answer his prayer. കർത്താവ് തന്റെ പ്രാർത്ഥനയ്ക്ക് പിതാവ് But മറുപടി his കൊടുത്തില്ല. motivation changed. Amen. Hallelujah. കർത്താവിന്റേതായ ഉത്സാഹത്തിന് മാറ്റം വന്നു. He's saying, come on, let's go. The hour I come, the betrayal is here, I'm ready to die. കർത്താവ് പെട്ടെന്ന് തന്റെ ഉത്സാഹത്തെ നില മാറ്റിയെടുത്ത് പറയാണ്, നമുക്ക് പോകാം, ഇതെന്നെ കാണിച്ചു കൊടുക്കുന്നു, അടുത്ത് വന്നിരിക്കുന്നു, ഞാൻ മരിക്കാൻ റെഡിയാണ്. Your Bible says, my Bible says, our Bible says, an angel of the Lord came and strengthened him. And എന്റെ വചനം, എന്റെ കയ്യിലിരിക്കുന്ന വചനമെല്ലാം പറയുന്നത് ഇങ്ങനെയാണ്, ഒരു ദൂതൻ വന്ന് കർത്താവിനെ ബലപ്പെടുത്തി. He started on verse 32 here. ഇവിടെ നാം 32 വാക്യത്തിൽ ഇങ്ങനെ when he was so depressed. കർത്താവ് വളരെ മനപ്രയാസത്തിലാണ് ആയിരിക്കുന്നത്. And he is complaining about, we cannot handle this. കർത്താവ് പറയാണ്, എനിക്കിത് സഹിക്കാൻ കഴിയില്ല എന്ന് കർത്താവ് പറയാണ്. But in verse 42 he started walking a little further. എന്നാൽ 42-ാം വാക്യത്തിൽ അല്പം മുന്നോട്ട് കർത്താവ് കടന്നു പോകുന്നു. When he comes to verse 42, 42-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, because he got so motivated while walking from 30 to 42, 32 വാക്യത്തിൽ 42 വരെ വരുമ്പോൾ താൻ വളരെയധികം ഉത്സാഹത്തോടെ കാണുന്നു. his attitude changed because he met an angel. Amen. Hallelujah. തന്റെ ജീവിതത്തിലെ മുഴുവൻ സാഹചര്യം മാറി. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കർത്താവ് ഒരു ദൂതനെ കണ്ടു.
if he would have stood here and complained about all these situations and murmured and all those stuff, he would have never met that angel, because God has prepared a provision. For that, he has to go a little further. Amen. Praise the Lord. കഴിഞ്ഞ 32 അനേക വർഷങ്ങളായി ദൈവത്തെ സേവിക്കുന്നു. പലപ്പോഴും പല വിഷയങ്ങൾക്ക് മറുപടി ഇല്ലാതിരിക്കുമ്പോൾ, ഭാരത്തോടിരിക്കുമ്പോൾ, ആ അവസ്ഥയ്ക്കെല്ലാം വ്യത്യാസം ഒരു പോയിന്റ് ഉണ്ട്. ദൈവം അയച്ച ദൂതനെ കാണുമ്പോൾ God never gave him reply to his prayers. God never spoke to him, but he gave him strength to go over it. Amen. Hallelujah. കർത്താവിന്റെ പ്രാർത്ഥനയ്ക്ക് പിതാവ് മറുപടി കൊടുത്തില്ല. പിതാവ് തന്റെ ആ പാനപാത്രം മാറ്റിയില്ല. എന്നാൽ ആ പാനപാത്രം സഹിക്കാനുള്ള പ്രത്യേക കൃപ ഒരു ദൂതനിലൂടെ കർത്താവ് കൊടുത്തത് കൊണ്ട് ദൈവം കർത്താവ് ശക്തിയോടെ മുന്നോട്ട് Sometime പോകുകയാണ്. after 10 years, 20 years, 30 years of faith, we stand at our verse 32 and say, Pastor, nothing is working along our way. Can you pray and all those stuff? But God is saying, why don't you stuck on 32? Can you move a little further? Because 42, there is a provision for you. While you move from 32 to 42, there will be a provision. An angel will come and he will deputize an opportunity for you. He will close some doors and open some doors. He will strengthen you while you walk from your 32 to 42. Amen. 32 വാക്യം മുതൽ 42 വാക്യം വരെയുള്ള നമ്മുടെ ജീവിത യാത്രയിൽ കഴിഞ്ഞ 10 വർഷമായി 15 വർഷം 20 വർഷമായി കർത്താവിനെ സേവിക്കുന്നു. ദൈവദാസനെ പാസ്റ്ററെ, എന്തുകൊണ്ടാണ് എനിക്ക് സംഭവിക്കുന്നത്? എനിക്ക് മുന്നോട്ടൊരു ചലനം ഉണ്ടാകുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഭാരപ്പെടുന്ന വിഷയങ്ങൾ മുമ്പിൽ വരുമ്പോൾ 42 വാക്യമുണ്ട്. അവിടെ ദൈവം ഒരു ദൂതനെ അയച്ചു. ഇതിനെ ശക്തീകരിക്കുമ്പോൾ ജീവിതത്തിന്റെ മുഴുവൻ സാഹചര്യം കർത്താവ് മാറ്റുകയാണ്. You know why the secret is? Because your crushing place, that is a Thursday. You cannot die on Thursday. Amen. Hallelujah. It is preparing you for Friday. Amen. Hallelujah. നിങ്ങളെ തകർക്കുന്ന സ്ഥലത്ത് ആ വ്യാഴാഴ്ചയാണ് ആ രാത്രിയിൽ. അന്ന് നിനക്ക് മരിക്കാൻ കഴിയില്ല. കാരണം എന്ന് വെച്ചാൽ വെള്ളിയാഴ്ച ഉണ്ട്. അതിനേക്ക് നിന്നെ ബലപ്പെടുത്തുന്ന ഒരു ദിവസമാണ് വ്യാഴാഴ്ച Your crushing രാത്രി. place cannot destroy you. There will be no death on your crushing place, but it will mature you to face your Friday. Amen. നിങ്ങളെ Hallelujah. തകർക്കുന്ന വ്യാഴാഴ്ച രാത്രിയിൽ നീ നശിക്കപ്പെടുകയില്ല. കാരണം ആ വ്യാഴാഴ്ചയ്ക്ക് ശേഷം ഒരു വെള്ളിയാഴ്ച ഉണ്ട്. ആ വെള്ളിയാഴ്ചയെ ഫേസ് ചെയ്യാനുള്ള ബലം നൽകുന്ന രാത്രിയാണ് Amen, my dear വ്യാഴാഴ്ച. friend, the story is not stopping on Friday, because Sunday is coming. Amen. Hallelujah. Hallelujah. There will be a resurrection in your life. There will be a resurrection in your situation. There will be a resurrection in your circumstances. Amen. ഓ, വെള്ളിയാഴ്ച കൊണ്ട് കാണാൻ തീരുകയില്ല. വെള്ളിയാഴ്ചയ്ക്ക് ശേഷം ഞായറാഴ്ച ഉണ്ട്. ആ ഞായറാഴ്ച ഒരു ഉയർപ്പുണ്ട്. നമ്മുടെ ജീവിതത്തിന് അവസാനമല്ല ഇത്. ഒരു പുനരുത്ഥാനം ദൈവം നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു വിടുതൽ ദൈവം നമ്മളെ നയിക്കുന്നുണ്ട്. Everybody's calendar has a Sunday, but the problem is the Sunday will come only after Thursday and Friday. എന്നാൽ നമ്മളെല്ലാവരും ഞായറാഴ്ച വരാനാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ദിവസം ആളുകളാണ്. പുനരുത്ഥാനം നമുക്ക് ആവശ്യമാണ്. എന്നാൽ അതിന് മുമ്പ് ഒരു വ്യാഴാഴ്ച രാത്രിയുണ്ട്, ഒരു സഹനത്തിന് രാത്രിയുണ്ട്, അതിനുശേഷം ഒരു വെള്ളിയാഴ്ചയുണ്ട്, ഒരു ക്രൂശിയൽ രാത്രിയുണ്ട്. അത് നമ്മൾ പലപ്പോഴും നമുക്ക് സന്തോഷമില്ല. Let me encourage you, church. You cannot be on Friday and prepare for the situation. You have to prepare yourself on Thursday for a crushing place. Amen. Hallelujah. You cannot call on Friday, Pastor, pray for me. But you have to prepare yourself and call on Pastor on Thursday and prepare yourself for Friday. Amen. Hallelujah. If you do that, then Sunday is coming for you. ക്രൂശീകരണം നടക്കുന്ന വെള്ളിയാഴ്ച രാത്രിയിൽ രാവിലെ നിന്ന് പ്രാർത്ഥനയോട് കർത്താവേ ദൈവദാസനെങ്കിൽ പ്രാർത്ഥിക്കണമെന്ന് പറയാൻ പാടില്ല. കാരണം അതിന് മുമ്പേ നമ്മൾ തന്നെ ഒരു ശുദ്ധീകരിക്കാനായിട്ട് നമ്മൾ തന്നെ ഒരുക്കാനായിട്ട് ഒരു വ്യാഴാഴ്ച രാത്രി ദൈവം ഒരുക്കുന്നുണ്ട്. ആ വ്യാഴാഴ്ച രാത്രിയിൽ നമ്മൾ പ്രാർത്ഥിക്കണം. അതിനുശേഷം വെള്ളിയാഴ്ചയുണ്ട്. ആ വെള്ളിയാഴ്ചയ്ക്ക് ശേഷം ഒരു ഉയർപ്പുണ്ട്. Man, I am done. And as I conclude, 3 points. Your crushing place is not a place where he will destroy you, but he will prepare you. Your emotions and your devotions are revealed. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്ന സമയത്ത് ഒരു വ്യാഴാഴ്ച രാത്രിയുണ്ട്. ദൈവം നമ്മളെ ഒരുക്കുന്ന ഒരു ദിവസങ്ങളാണ്. നമ്മുടെ വൈകാരികമായിട്ടും നമ്മളുടെ ധ്യാനത്തിലും ഒരു ചേഞ്ചസ് വരുത്തി കർത്താവ് നമ്മൾ ഒരുക്കുന്ന ഒരു വ്യാഴാഴ്ച രാത്രി. Crushing place is where you will be separated and consecrated to the God. നമ്മളെ തകർക്കുന്ന ആ പ്രത്യേക സാഹചര്യത്തിൽ നാം പലപ്പോഴും ലോകവുമായിട്ടൊരു ഒരു വേർപാടിന്റെ ദിവസങ്ങളാണ്, കർത്താവുമായിട്ട് ബന്ധപ്പെടുത്തുന്ന ദിവസങ്ങളുമാണത്. This is your crushing place where your devotion and motivation will be revealed, because Sunday is coming in your life, church. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ വ്യാഴാഴ്ച നമ്മളെ തകർക്കപ്പെടാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ വ്യാഴാഴ്ച രാത്രിയിൽ നമ്മുടെ ധ്യാനങ്ങളും നമ്മുടേതായ ഉത്സാഹങ്ങളും വർദ്ധിച്ചു വരുന്ന ദിവസങ്ങളാണ്. കാരണം നമ്മുടെ മുമ്പിൽ ഒരു ഉയർപ്പുണ്ട്. I want to thank Pastor and church for this time. May God bless you. Thank you.